2023 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ലക്ഷണമൊത്ത ആനയായി തിരഞ്ഞെടുക്കപ്പെട്ട ദേവസ്വം ബോർഡ് ഗജരാജരത്നം പട്ടം നൽകി ആദരിച്ച ആനയാണ് തൃക്കടവൂർ ശിവരാജു. കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രത്തിലെ ആന എല്ലാവരുടെയും കണ്ണിലുണ്ണി. എന്നാൽ കുറച്ചു ദിവസമായി ചില ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് അവശ നിലയിലാണ് ശിവരാജു. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വലിയ അതിക്രമങ്ങളാണ് ശിവരാജു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഒടുവിൽ നാട്ടുകാർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഡോക്ടർമാരുടെ വിലക്ക് മറികടന്ന് തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളത്തിന് അയക്കാനുള്ള ദേവസ്വം ബോർഡ് അധികാരികളുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്ത്. ആരോഗ്യം മോശമായതോടെ സമ്പൂർണ്ണ വിശ്രമം വേണമെന്ന് പറഞ്ഞ ആനയെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 പാറശാലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വിവരമറിഞ്ഞ രാത്രി തന്നെ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ ഭക്തർ നീക്കം തടഞ്ഞു. പിന്നീട് ഡോക്ടറിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി അധികൃതർ എത്തിയെങ്കിലും ഭക്തരും കരക്കാരും വഴങ്ങിയില്ല. ഏക്കത്തുകയിൽ 13 ലക്ഷം പിന്നിട്ട് റെക്കോർഡിട്ട ആനയാണ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശിവരാജു. അസുഖബാധിതനായതിനാൽ തൃക്കടവൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വിളക്കിന് പോലും ആനയെ എഴുന്നള്ളിച്ചിരുന്നില്ല. 1 മാസ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അതിനിടയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാറശാല ക്ഷേത്രത്തിലേക്ക് ആനയെ എഴുന്നള്ളത്തിനായി കൊണ്ടുപോകാൻ ശ്രമിച്ചത്.